എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് SNDPയുടെ 30ാം വാർഷിക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുകഴ്ത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ പുകഴ്ത്തലിന് പിന്നിൽ ഒരു ആശയമുണ്ട്. അതെന്താണ് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം. ആദ്യം പുകഴ്ത്തിയത് പിണറായി വിജയനായിരുന്നു. അതായത് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരാൾ ഇന്ന് ഈ കേരള സമൂഹത്തിലില്ല. അതായത് സമൂഹത്തിന് വേണ്ടിയിട്ടും സ്വന്തം സമുദായത്തിന് വേണ്ടിയിട്ടും ഇത്രയധികം പ്രയത്നിക്കുന്ന ഒരു വ്യക്തി ഇന്ന് കേരളത്തിൽ ഇല്ല എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. പിന്നെ അതുകൂടാതെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ ഇവിടുത്തെ ശത്രുക്കൾ വളച്ചൊടിച്ചു. ശരിക്കും ആക്ച്വലി അദ്ദേഹം അങ്ങനത്തെ ഒരാളല്ല. അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ട് പറഞ്ഞല്ല. പക്ഷേ ശത്രുക്കൾ അതിന് വേറെ മാനങ്ങൾ നൽകി എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിക്ക് സംസാരിക്കാൻ അവസരം കിട്ടിയപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു, പിണറായി വിജയൻ, അതായത് ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പിണറായി വിജയൻ വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരാനാണ് സാധ്യത എന്നാണ്. ഈ പുകഴ്ത്തൽ കണ്ടല്ലോ രാഷ്ട്രീയ ലോകത്ത് ഒരുപാട് ചർച്ചകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഏകദേശം അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ മകളെ വീണ വിജയനെ SFI ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് പിണറായി വിജയൻ അത് വലിയൊരു അടിയാകും. അങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇൻ കേസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിണറായി വിജയൻ രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അതിനു മുന്നേ അത് എങ്ങനെയെങ്കിലും തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പുകഴ്ത്തൽ എന്നാണ് രാഷ്ട്രീയ ലോകത്ത് നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നൊരു സംസാരം. അതിന് എന്താണെന്ന് കാരണം ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ അടുത്ത കാലത്ത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരള പ്രസിഡന്റായിട്ട് രാജീവ് ചന്ദ്രശേഖർ അധികാരമേൽക്കുന്നു. അപ്പോൾ അധികാരം ഏറ്റെടുത്തതിന് ശേഷമുണ്ടല്ലോ ആദ്യം കണ്ടത് വെള്ളാപ്പള്ളിയാണ്. അപ്പോൾ വെള്ളാപ്പള്ളിയെ കണ്ടതിന് ശേഷം അവിടെ വെച്ച് തുഷാർ ഉണ്ടായിരുന്നു, വെള്ളാപ്പള്ളി ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരൊക്കെ കണ്ട് ഒരുപാട് പുകഴ്ത്തി. അതായത് വെള്ളാപ്പള്ളി സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എന്താ പറയുക എക്സ്പ്ലെയിൻ ചെയ്തു മാധ്യമങ്ങൾക്ക് മുന്നിൽ. അത് ഒരുപാട് മാധ്യമപ്രവർത്തകർ ഒരുപാട് ചോദ്യത്തിന് ഉത്തരം കൊടുത്തു കേട്ടോ, ഇവർ മൂന്നുപേരും ചേർന്ന്. അപ്പോൾ അതിനുശേഷമാണ് ആ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടടുത്ത ദിവസമാണ് നമ്മുടെ ഗോകുലം ഗോപാലനെ ED റെയ്ഡ് ചെയ്യുന്നത്. ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലൊക്കെ ED റെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഗോകുലം ഗോപാലിൻ്റെ വെള്ളാപ്പള്ളിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഗോകുലം ഗോപാലൻ. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം വെള്ളാപ്പള്ളിയെ കാണുന്നു. അടുത്ത ദിവസം തന്നെ ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിൽ റെയ്ഡ് ചെയ്തിട്ട് ഏകദേശം 1000 കോടിയുടെ ക്രമക്കേടുകൾ കണ്ടെത്തുന്നു. ഗോകുലം ഗോപാലൻ ഇപ്പോൾ ശരിക്കും ഒരു അറസ്റ്റിൻ്റെ വക്കിലാണ്. ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക ചോദ്യം ചെയ്യലും റെയ്ഡൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ രാജീവ് ചന്ദ്രശേഖർ വെള്ളാപ്പള്ളിക്ക് കൊടുത്തൊരു വാക്കാണെന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾ സോഷ്യൽ മീഡിയയിലും ചില മാധ്യമപ്രവർത്തകരൊക്കെ അത് തുറന്നു പറയുന്നുണ്ട്. അതിൻ്റെ പിന്നിൽ സത്യം ചിലപ്പോൾ അതായിരിക്കാം, അല്ലാതിരിക്കാം. പക്ഷേ എന്തായാലും ഇവർ തമ്മിലൊരു കെമിസ്ട്രി എന്തായാലും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് രാജീവ് ചന്ദ്രശേഖറും വെള്ളാപ്പള്ളിയും തമ്മിൽ ഒരു നല്ലൊരു ബന്ധം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ പുകഴ്ത്തലോട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, വെള്ളാപ്പള്ളിയെ പിണറായിയെ വെള്ളാപ്പള്ളി പുകഴ്ത്തുന്നു. അപ്പോൾ ഈ പരസ്പര പുകഴ്ത്തലിൻ്റെ രാഷ്ട്രീയം ഇവിടെയാണ് അതിൻ്റെ പോയിന്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ അധ്യക്ഷനായി ഏറ്റെടുത്തതിന് ശേഷം ഇവിടുത്തെ BJPയുടെ സ്ട്രാറ്റജി തന്നെ മാറി. മുമ്പൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ K. സുരേന്ദ്രനും മറ്റേ V. മുരളീധരനൊക്കെ ഇവിടെ BJP അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് CPM കോൺഗ്രസ്സാണ് BJPയുടെ ഒന്നാമത്തെ ശത്രു. കോൺഗ്രസിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ BJPക്ക് കേരളത്തിൽ വളരാൻ പറ്റൂ എന്നുള്ളൊരു സാഹചര്യം അവർ അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരുന്നു കേരള നേതൃത്വത്തിനുണ്ടായിരുന്നത്. അത്തരത്തിൽ എന്താ പറയുക കൺവിൻസ് ചെയ്യിപ്പിച്ചു, കേന്ദ്ര നേതൃത്വത്തെ കൺവിൻസ് ചെയ്യിപ്പിച്ചു. ഇങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിൽ BJP വളരൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തി. പക്ഷേ കഴിഞ്ഞ 10 വർഷം BJP ഈ ഒരു ലൈൻ തന്നെയാണ് തുടരുന്നത്. അപ്പോൾ ഒരു മാറ്റമുണ്ട്. ആകെ ഉണ്ടായിരുന്നത് നേമത്ത് ഒരു MLA കിട്ടി, പിന്നെ അതിനുശേഷം സുരേഷ് ഗോപി ഒരു MP ആയി. പക്ഷേ സുരേഷ് ഗോപിയുടെ MP സ്ഥാനം BJP എന്താ പറയുക സംസ്ഥാന നേതൃത്വത്തിന് അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയുടെ ഒരു വ്യക്തിപ്രഭാവത്തിന് കിട്ടിയ ഒരു സമ്മാനം തന്നെയാണ് അത്. പക്ഷേ പിന്നെ നേമത്തക്കാർ അവർ ഒത്തുകളിച്ചിട്ട് 2 പാർട്ടികൾ ഒത്തുകളിച്ച് ആ അക്കൗണ്ട് പൂട്ടി. അത് വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ ആ അക്കൗണ്ട് പൂട്ടി എന്നൊക്കെ. അത് വലിയ 2 മുന്നണികളും പറയുന്നുണ്ട്. അതായത് BJPയുടെ ഓപ്പൺ ചെയ്ത അക്കൗണ്ട് ഞങ്ങൾ പൂട്ടി എന്ന തരത്തിലുള്ള. അപ്പോൾ ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി ഏറ്റെടുക്കുമ്പോൾ പുതിയൊരു സ്ട്രാറ്റജി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെക്കുന്നത്. അതായത് ഒരിക്കലും കോൺഗ്രസിനെ തകർക്കാൻ പറ്റില്ല. കോൺഗ്രസിനെ എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏകദേശം 30% വരുന്ന മുസ്ലിങ്ങളുടെ പിന്തുണയുണ്ട്. അവർ അടിയുറച്ച് കോൺഗ്രസിൻ്റെ പിന്നിൽ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും കോൺഗ്രസിനെ നമുക്ക് പെട്ടെന്ന് ഇല്ലായ്മ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ മുസ്ലിം ലീഗ് അൺകണ്ടീഷണൽ ആയിട്ടാണ് കോൺഗ്രസിന് സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നീട് ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ എന്താണ്? ഇവരെ തകർക്കുക. ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ CPM-നെ തകർക്കുക. CPM-നെ തകർത്തു കഴിഞ്ഞാൽ BJPക്ക് പെട്ടെന്ന് അവരുടെ ഹിന്ദു വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറി ചെല്ലാൻ പറ്റുമെന്ന് രാജീവ് ചന്ദ്രശേഖർ BJP കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയുക സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും അംഗീകരിച്ചു. അവർക്ക് മനസ്സിലായി ഇനി എന്താ പറയുക കോൺഗ്രസിനെ തകർത്തിട്ട് BJPക്ക് അവിടെ വളരാൻ പറ്റില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഈ പിണറായി വിജയനെതിരും വീണ വിജയനെതിരെയുള്ള കേസുകളൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവുന്നു. പെട്ടെന്ന് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി പെട്ടെന്ന് എന്താ പറയുക ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് ഇവർ അപേക്ഷ തള്ളുന്നു. ആ കോർപ്പറേറ്റ് അഫയേഴ്സ് മിനിസ്ട്രി പെട്ടെന്ന് ഇവർക്ക് കൊടുക്കുന്നു എന്താ പറയുക പ്രോസിക്യൂട്ട് ചെയ്യാൻ. ഇനി ഇഡിയും ഈ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പ്രൊസീജിയേഴ്സ് പെട്ടെന്ന് എന്താ പറയുക ഇവർ ചോദ്യം ചെയ്യുക, അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കും. അങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിണറായി വിജയന് വലിയൊരു അടിയോ. ഇൻ കേസ് വീണ വിജയനൊക്കെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ധാർമ്മിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിണറായി വിജയനെ ഇവിടെ മുഖ്യമന്ത്രിയായി തുടരാൻ പറ്റുക? നമ്മുടെ മുന്നിൽ ഒരുപാട് മുമ്പ് ചരിത്രത്തിൽ സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ പിണറായി വിജയൻ തന്നെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ തിരിഞ്ഞു കൊത്തുകയാണ്. അത് അത്തരത്തിൽ മുമ്പ് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പോൾ പിണറായി തന്നെ തിരിഞ്ഞു കൊത്തുകയാണ്. അതായത് ഈ നെപ്പോട്ടിസത്തെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പിണറായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിരിച്ചു കൊത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാൻ പറ്റില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്താ പറയുക, ഇന്ദ്രനും ചന്ദ്രനും വഴങ്ങുന്നില്ല. മുൻകാലങ്ങളിൽ, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നതാണ്, എൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. കാലങ്ങളിൽ ഈ വി മുരളീധരനായാലും സുരേന്ദ്രനായാലും എന്താ പറയുക, പിണറായി വിജയൻ പറയുന്നതനുസരിച്ച് ഇങ്ങനെ എന്താ പറയുക അവരെ ഒന്ന് പേടിപ്പിച്ച് നിർത്തിയായിരുന്നു. ഈ കെ സുരേന്ദ്രൻ കൊടകര കുഴൽപ്പണ കേസ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് നിർത്തിയായിരുന്നു. പക്ഷേ ഇയാൾ അങ്ങനെ പറ്റില്ല. ഒരിക്കലും ഇന്ദ്രനും ചന്ദ്രനും വഴങ്ങുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ BJP അധികാരത്തിൽ കൊണ്ടുവരിക. അത് കഴിഞ്ഞിട്ട് ആ ടാസ്ക് ഞാൻ അച്ചീവ് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. അതിന് ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് പറയുന്നത്. അത് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ബോഡി ലാംഗ്വേജ് ഒന്നും, അതായത് മീഡിയയോട് സംസാരിക്കുന്ന ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഉറപ്പിച്ച് തന്നെ, അതായത് തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഈ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. പലരും ചോദിച്ചു, അതായത് താങ്കൾക്ക് ഈ ഒരു സംഘടനയെ നിയന്ത്രിച്ച ഒരു പരിചയമില്ലല്ലോ, മന്ത്രിയൊക്കെ അതൊക്കെ ഓക്കെ, പക്ഷെ ഒരു മന്ത്രിയാകുന്ന മാതിരിയല്ല ഒരു സംഘടനയുടെ തലപ്പത്തൊട്ട് വരുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഇൻഎക്സ്പീരിയൻസ് പുള്ളിക്കുണ്ട്. പക്ഷേ ഞാനിതൊരു ചലഞ്ചായിട്ട് എടുക്കും. എൻ്റെ ലൈഫിൽ എല്ലാ ടാസ്കുകളും ഞാനൊരു ചലഞ്ചായിട്ട് എടുക്കുന്നത്. ബേസിക്കലി പുള്ളി ഒരു കോർപ്പറേറ്റ് ഒരു ഹെഡാണ്. അപ്പോൾ എല്ലാ ടാസ്കുകളും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ പുള്ളിക്കാരൻ തീരുമാനിച്ച് ഉറപ്പിച്ച് തന്നെയാണ് ഇനി ഇവരെ ഒരു കോംപ്രമൈസും ഇല്ല. CPM നടത്തുന്ന എല്ലാ കേസുകളും, ഇനി സ്വർണ്ണക്കടത്ത്, ഡോളക്കടത്ത്, ബിരിയാണി ചെമ്പിൽ സ്വർണ്ണം കടത്തിയ, ഖുറാനിൽ സ്വർണ്ണം കടത്തിയ, ഇതെല്ലാം ഇനി അന്വേഷണം കൊണ്ടുവരും, എല്ലാവരും പിടിച്ചകത്തിടും. ഇനി ഒരു കോംപ്രമൈസും ഇല്ല. അതാണ് BJPയുടെ രാജീവ് ചന്ദ്രശേഖരൻ ലൈൻ. അതായത് ഇനിയിപ്പം അസംബ്ലി ഇലക്ഷൻ 2026 അസംബ്ലി ഇലക്ഷൻ കഷ്ടിച്ച് ഒരു വർഷം മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയിപ്പം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് മുന്നേ തന്നെ BJP എന്താ പറയേണ്ടത്, അതിന് പ്രിപ്പയർഡ് ആക്കണം. അതിന് മുന്നേ തന്നെ ഇത്ര കാലം ജനങ്ങൾക്ക് ആശ കൊടുത്തു. അതേ BJP ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ എന്തൊക്കെ ചെയ്യും, പിണറായി വിജയൻ്റെ മകളെ പിടിച്ച് അകത്തിടും, പിണറായി വിജയൻ ചോദ്യം ചെയ്യുന്നൊക്കെ ഒരുപാട് ആശകൾ കൊടുത്തു ഇങ്ങനെ. അപ്പോൾ ജനങ്ങൾക്ക് മതിയായി. അതായത് ജനങ്ങൾക്ക് ഇങ്ങനെ തോന്നി തുടങ്ങി ഇനി ഇവരുടെ അടുത്ത് നിന്ന് നീതി ലഭിക്കില്ല. അതായത് കേന്ദ്ര സർക്കാരും BJP ഒന്നും ഇനി പിണറായി വിജയനൊന്നും തൊടില്ല, അവർ തമ്മിൽ ബായി ആരാണെന്നില്ലേ ഒരു ചിന്ത ജനങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ കാരണമാണ് കഴിഞ്ഞ എന്താ പറയേണ്ടത് ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ കോൺഗ്രസിനൊക്കെ 10-17 സീറ്റൊക്കെ കിട്ടിയില്ലേ. ഇതൊക്കെ കാരണമാണ്. അപ്പോൾ അതാണ് രാജീവ് ചന്ദ്രശേഖർ കൺവിൻസ് ചെയ്യിപ്പിച്ചത്. ഇനിയും ജനങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നടക്കില്ല, കോൺഗ്രസിന് ഒരു തരത്തിലും തകർക്കാൻ പറ്റില്ല. അതുകൊണ്ട് എളുപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM തകർത്ത് ഹിന്ദു വോട്ട് ബാങ്കിൽ കയറി ചെല്ലുക. അപ്പോൾ ആ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ ഇനി രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇന്ദ്രനും ചന്ദ്രനും വഴങ്ങുന്നില്ല രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ വെള്ളാപ്പള്ളി സ്വാധീനിച്ച് ഈ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് വീണാ വിജയൻ്റെ അറസ്റ്റ്, ഈ കേസൊന്ന് ഉന്തിക്കൊണ്ടുപോവുക, വീണാ വിജയൻ്റെ അറസ്റ്റ് ഒന്ന് തടയുക. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ പിണറായിയുടെ മുന്നിലുള്ളൂ. അതിനുവേണ്ടി എന്തും ചെയ്യാൻ വേണ്ടി പിണറായി വിജയൻ തയ്യാറാണ്. അത് വെള്ളാപ്പള്ളിക്കും തുഷാറിനും വേണ്ടി BJPക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി CPM സഹായം വേണ്ട. ഞങ്ങൾക്കറിയാം ഇവിടെ എങ്ങനെ കളിക്കണമെന്ന്, എങ്ങനെ വളരണമെന്ന് രാജീവ് ചന്ദ്രശേഖരൻ നന്നായിട്ട് അറിയാം. ഇനി പിണറായി വിജയൻ്റെ ഒരു സഹകരണം വേണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 2021 അസംബ്ലി ഇലക്ഷനിൽ തന്നെ BJP കുറേ വോട്ട് മറിച്ചിട്ടൊന്നുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പല സീറ്റുകളും 4-5 സീറ്റ് ജയിപ്പിച്ച് കൊടുക്കാമെന്നുള്ളൊരു ധാരണ ഉണ്ടായെന്നൊക്കെ സോഷ്യൽ മീഡിയ ഒക്കെ പറയുന്നു. പക്ഷേ അവിടുന്ന് ഒരു ചുക്കും സംഭവിച്ചില്ല. ഇനിയും പിണറായി വിജയനെ നമ്പിക്കഴിഞ്ഞാൽ പണി പാളും. അതുകൊണ്ട് കേരളത്തിൽ ഇനി പിണറായി വിജയനായിട്ട് ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ അടുത്ത് രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയെങ്കിലും സ്വാധീനിച്ച് വീണാ വിജയനെ അറസ്റ്റ് നീക്കണം, എങ്ങനെയെങ്കിലും തള്ളിക്കൊണ്ടുപോകണമെന്നില്ല ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്, കരഞ്ഞ് കാലി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോവാണ്. ഈ 21-ാം തീയതിക്കുള്ളിൽ പല കാര്യങ്ങളും ഇവിടെ നടക്കും. കേരള രാഷ്ട്രീയം തകിടം പറയുന്ന പല കാര്യങ്ങളും നടക്കും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.